ഇത് ഞാൻ ഒരു സെൽഫ് റിമൈൻഡർ പോലത്തെ ഒരു സാധനം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കും അത് ഹെൽപ്പ് ചെയ്യും. ഇത് റിമൈൻഡ് ചെയ്താൽ എങ്ങനെയാണ് റിമൈൻഡ് ചെയ്യേണ്ടത്, എന്താണ് റിമൈൻഡ് ചെയ്യേണ്ടത്? പല ആൾക്കാർക്കും പല പെർസെപ്ഷനാണുള്ളത്. പല ആൾക്കാരും പല സ്ഥലത്താണുള്ളത്. പല കാര്യങ്ങളിലൂടെയാണ്, പല രീതിയിലാണ് അവരുടെ ബ്രിങ്ങിങ് അപ്പും അവരുടെ സ്വഭാവ രീതികളും ചിന്തകളും എക്സ്പീരിയൻസസും ലൈക്സും ഡിസ്ലൈക്സും. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ യൂട്യൂബിനകത്ത് കയറി നിങ്ങൾക്ക് അനവധി പാട്ടുകൾ, അനവധി പാട്ടുകൾ കിട്ടും. എല്ലാം ജാനറിലുള്ള പാട്ടുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ ആക്സസിബിളാണ്. എല്ലാ പാട്ടുകളുടെ കീഴിലും എല്ലാ പോപ്പുലാരിറ്റി ഉള്ള പാട്ടുകൾ, കുറച്ചെങ്കിലും ആൾക്കാർ കേട്ടിട്ടുള്ള, 1000 2000 കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടുകളിൽ എല്ലാത്തിലും അതിൻ്റെ കമൻറ്റ് വായിച്ച് നോക്കിയാൽ മതി. പല പാട്ടുകളും നിങ്ങൾക്കൊട്ടും ഇഷ്ടപ്പെടാത്ത പാട്ടുകളായിരിക്കും, നിങ്ങൾക്കൊട്ടും രസം തോന്നാത്ത പാട്ടുകളായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് അത് നോയ്സായിരിക്കും ചിലപ്പോൾ. പക്ഷേ അത് കമൻറ്റ് വായിച്ച് നോക്കിയാൽ അതിനകത്ത് കുറേ പേരെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും എന്തായാലും അതിനെക്കുറിച്ച് പോസിറ്റീവ് അഭിപ്രായം അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആംഗിൾ പറയുന്നതായിട്ടുണ്ടായിരിക്കും. അത് എല്ലാ പാട്ടുകളിലും അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാനും ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കണം ഇനി മുതൽ. ഞാൻ അങ്ങനെ അധികം കമൻറ്റ് വായിക്കുന്ന ഒരാളല്ല, പക്ഷെ അങ്ങനെ കമൻറ്റ് വായിച്ച് നോക്കണം. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ്സ് ആണ്, ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുകളാണ്, ഡിഫറെൻറ്റ് ശക്തികളോ എന്തുവാണ് പറയുന്നത്, കേൾവി ഒക്കെ എല്ലാം പല രീതിയിലാണ് നടക്കുന്നത്. ലൈക്സും ഡിസ്ലൈക്സും പലതാണ്. അപ്പോൾ നല്ല പാട്ട്, മോശം പാട്ട് എന്ന് പറയുന്നത് എന്താണത്? അതാണ് ചോദ്യം. അത് ഒരാളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് മാത്രമാണത്. ഒരാൾക്ക് നല്ല പാട്ട് മറ്റൊരാൾക്ക് മോശം പാട്ടായിരിക്കും, മറ്റൊരാളുടെ ഒരു മോശം പാട്ട് മറ്റൊരാൾ നല്ല പാട്ടായിരിക്കും. അത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്ററാണ്, ജീവിതത്തിൽ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റർ. വളരെ നന്നായിരിക്കും അത്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് എന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റും.